ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കണ്ടോ കൊച്ചുമോളുടെ ലീലാവിലാസങ്ങൾ കണ്ടോ? കണ്ടോ ഉത്തമപുത്രിയുടെ സ്വഭാവ മഹിമ. പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. നോക്ക് എന്താടി ഇത്? ചേച്ചിയാണെന്ന് ബഹുമാനം കിട്ടണമെങ്കിലേ ആ രീതിക്ക് നടക്കണം. അല്ലാതെ കണ്ടവന്മാരുടെ കയ്യിൽ നിന്ന് സാരി മേടിച്ച് കൂത്തടിച്ച് നടക്കുമല്ല വേണ്ടത്. അല്ല, ഇവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളെ കാണിക്കുന്നതേ ഇവളുടെ അമ്മയുടെ സ്വഭാവ. അമ്മ വേലി ചാടിയ മകള് മതില് ചാടുവല്ലോ. നീ എന്ത് പറഞ്ഞടി? മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി വേണ്ട, വേണ്ട മുത്തശ്ശി, മുത്തശ്ശി തോന്നിയാസം പറയുന്നു. വേണ്ട, ഇങ്ങ വന്നേ. ഇനി മേലാൽ ഇവളുടെ അമ്മയെ പറ്റി നീ എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നോളി ഞാനാ. വന്നേ, വേണ്ട, ഞാൻ പറയുന്നേക്ക് മുത്തശ്ശി, വേണ്ട. അവളകത്തുണ്ട് സർ, വരൂ സർ. ഇതാ ഞാൻ പറഞ്ഞ പെൺകുട്ടി. മാഡം, ഇവിടെ എനിക്കറിയാം. നീ പൂജയിലടി. ചോദിച്ചത് കേട്ടില്ലടി? അതെ മാഡം, ഇവളൊരു ഫ്രോഡാ. മാഡം, ഇവൾക്കെതിരെ ഒരുപാട് തട്ടിപ്പ് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്ക് ഇവളെ അറിയില്ലെന്ന്. അതെ, പാവ എന്റെ മോൻ. കുറച്ച് സമയം കൊണ്ട് ഇവളീ വീട്ടിലുണ്ടാക്കിയ ടെൻഷൻ ചെറുതൊന്നും അല്ല സർ. ഇവളെ വെറുതെ വിടരുത്. മാഡം വിഷമിക്കണ്ട. ഇവളുമാരെ പോലുള്ളവർക്കൊന്നും നിയമത്തിന്റെ ഓരോ ആനുകൂല്യങ്ങളും കിട്ടാൻ പാടില്ല. അത് ഞാൻ നോക്കിക്കോളാം. സർ, ഇന്ന് തന്നെ റിട്ടേൺ കംപ്ലൈന്റ് സ്റ്റേഷനിൽ എത്തിച്ചേക്കാം. ഓക്കെ, ഇവിടെ ഞാൻ കൊണ്ടുപോവാ. ശരി സർ. ഇവിടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. വാടി ഇങ്ങോട്ട്. നടക്കടി. പാവ എന്റെ മോൻ. എല്ലാരും കൂടി വെറുതെ അവനെ സംശയിച്ചു. സംശയിക്കുന്നതിൽ എന്താ തെറ്റ്? അത്തരം പെരുമാറ്റമല്ലേ അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി പൃഥ്വിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അല്ലേ മോനെ? നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പറയുവാ, നിന്റെ വിവാഹം ഉടനെ ഉണ്ടാവും. അതുകൊണ്ട് ഇനി മേലാൽ ഒരു റിലേഷനിലും പോയി ചാടരുത്. ഇനി ഒരു പ്രശ്നം നിന്റെ പേരിൽ ഉണ്ടായ അനുജനാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. പിന്നെ നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഇല്ല ചേച്ചി, എന്നെ വിശ്വസിക്കാം. എന്താ ഇവിടെ നടക്കുന്നേ? എന്റെ മോളെ തല്ലിയത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഇവിടെന്താ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയോ? കിരൺ ദുർഗയ്ക്ക് സാരി കൊടുത്ത് എന്തിനാന്ന് ഞാൻ ചോദിച്ചു. അതിനായി മുത്തശ്ശേനെ തല്ലിയത്. ഞാൻ ചോദിച്ചത് അത്ര വലിയ തെറ്റാണോ അമ്മേ? അല്ല, ഒരിക്കലും അല്ല. ഇവൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു വന്നാ ഇവിടെ ആരും അത് ചോദിക്കാനും പറയാനും പാടില്ല. ദുർഗ ചെയ്ത തെറ്റിന് അമ്മ എന്തിനാ എന്റെ മോളെ തല്ലിയത്? നീ വെറുതെ എഴുതാപ്പുറം വായിക്കാൻ നിക്കല്ലേ വസുമതി. നിന്റെ മോള് മര്യാദയില്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടാ ഞാൻ തല്ലിയത്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നാക്കിന് എല്ലില്ലാന്ന് കരുതി എന്തും വിളിച്ചു പറയാൻ തുടങ്ങിയാ ചിലപ്പോ അടി കിട്ടിയെന്നിരിക്കും. അഷിത മോൾ അങ്ങനെ ആവശ്യമില്ലാത്തൊന്നും പറയില്ല. ആഹാ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സത്യം എന്തെങ്കിലും ഉണ്ടാവും. ഓ, അമ്മയ്ക്ക് ഇത്രയ്ക്ക് പൊള്ളാൻ മാത്രം അഷിത എന്താ പറഞ്ഞത്? ദുർഗ ഇവളുടെ ചേച്ചിയല്ലേ? ആ ബഹുമാനം കൊടുക്കാതെ വായി തോന്നിയ രീതിയിൽ സംസാരിച്ചു. അത് ഞാൻ ക്ഷമിച്ചാലും ജയശ്രീയെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യം ഇവൾക്കില്ലല്ലോ. ഉണ്ടോ? അതും കൂടി ചേർത്താ കൊടുത്തത്. തെറ്റ് ചെയ്താ ശിക്ഷിക്കണം, അല്ലാതെ കൊഞ്ചിക്കല്ല വേണ്ടത്. അതിന് നീയൊക്കെ കൂടി എന്നെ കടിച്ചു കീറാൻ വന്നാ ഞാൻ നിന്ന് തരുന്നു നീ കരുതണ്ട. മുത്തശ്ശിയല്ലേ തല്ലിയത്? അതിത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. മുത്തശ്ശിയല്ലടാ തല്ലിയത്. തല്ലുകൊണ്ട നിനക്കല്ലല്ലോ. വേദന എടുത്ത ആൾക്ക് അതിന്റെ വിഷമം മനസ്സിലാവും.
എല്ലാത്തിനും കാരണം ഇവിടെ ഒറ്റ ഒരുക്കിയാ ദേ, തൊട്ടുപോകരുത്. എല്ലാം ചെയ്തു വെച്ചിട്ട് മിണ്ടാ നിൽക്കുന്ന കണ്ടില്ലേ? പറയടി, അവൻ എന്തിനാ നിനക്ക് സാരി തന്നെ പറയാൻ? ഇന്ന് കിരണിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് സമ്മാനമായി കിരണിന്റെ അമ്മയുടെ സാരി തന്നതാ. അവന്റെ ബർത്ത്ഡേക്ക് അവൻ എന്തിനാ നിനക്ക് സാരി തരുന്നേ? അത് തന്നെയാ ഞാനും ചോദിച്ചത്. നിന്റെ തള്ളയായിട്ട് ആവശ്യത്തിൽ കൂടുതൽ ചീത്തപ്പേര് കുടുംബത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ടാണോ നീയും തുടങ്ങിയിരിക്കുന്നത്? വസുമതി ഒന്ന് നിർത്ത്. നിർത്തിയിട്ട് എന്തിനാ? നിങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങളാ ഞാനിപ്പോ ചോദിച്ചോണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ സംസാരിക്കല്ലേ? ഡീ, അമ്മ, ഈ ദുർഗയുടെ പോക്ക് ശരിയല്ല. ഇവളും കിരണും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ എങ്ങനെ ഒരു സാരി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അശ്വതേ, വെറുതെ ഇല്ലാത്തത് പറയരുത്. കിരൺ എന്റെ നല്ലൊരു ഫ്രണ്ട് മാത്ര. ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല. പെണ്ണുങ്ങളുടെ പേരിൽ ആണുങ്ങളുടെ നമ്പർ സേവ് ചെയ്യുന്നതും ഒളിച്ചും പാത്ത് നിന്ന് കോൾ ചെയ്യുന്നതൊന്നും ഞാനല്ല. ഇവളുടെ ഫോൺ വാങ്ങി ചെക്ക് ചെയ്ത് നോക്കിയാ അപ്പൊ കാണാം അതിൽ എന്തൊക്കെയുണ്ടെന്ന്. എന്റെ ഫോണിന് താടി. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. ഇതൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അടിച്ചിന്റെ കാരണം ഞാൻ പൊട്ടിക്കും. ഒരക്ഷരം വേണ്ടി പോരുത്. നിന്ന് കണ്ണു പിടിക്കാതെ ഫോൺ താടി. കണ്ടോ കൊച്ചുമോളുടെ ലീലാവിലാസങ്ങൾ? കണ്ടോ? ദേ കണ്ടോ ഉത്തമപുത്രിയുടെ സ്വഭാവ മഹിമ? ദാ പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. നോക്ക്, എന്താടി ഇത്? എന്താ ഒന്നും മിണ്ടാ നിക്കുന്നേ? പറയടി, എന്താ ഇത്? ഇതിലിപ്പോ എന്താ? ഇത് വെറുതെ എടുത്ത സെൽഫിയാ. ഇന്ന് കിരണിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ആ സന്തോഷത്തില് സംസാരിച്ചപ്പോ വെറുതെ എടുത്തേ ഉള്ളൂ. തമ്മിൽ ഒരു ബന്ധമില്ലാതെ ആരെങ്കിലും ഇങ്ങനെ ഇളിച്ചോണ്ട് ഒന്നിച്ചൊന്ന് ഫോട്ടോ എടുക്കോ? ഹോ, നീ തീരെ ശരിയല്ല ദുർഗെ. ചെറിയമ്മേ, വസുമതി അനാവശ്യം പറയരുത്. എന്റെ മോള് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലും അവൾ തെറ്റായ വഴിയിൽ പോവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു ഫോട്ടോ എടുത്തതിന് ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ അശ്വിത ചേച്ചിയുടെ അഞ്ജൻ ചേച്ചിയുടെ ഫോൺ എടുത്ത് നോക്കിയാലും ഇതുപോലെ പല ഫോട്ടോസും കാണാൻ പറ്റും. എന്ന് കരുതി അവരൊക്കെയായിട്ട് ബന്ധമുണ്ടെന്നാണോ? ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള സെൽഫീസ് ഒക്കെ എന്റെ ഫോണിലും കാണാൻ പറ്റും എന്ന് കരുതി. ശരി, സമ്മതിച്ചു. ആ ഫോട്ടോ വെറുതെ എടുത്താണെങ്കിൽ കിരണുമായി ഇവക്ക് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ കിരൺ കൊടുത്ത ഈ സാരി ഇവള് വലിച്ചെറിയട്ടെ. ഇതെന്റെ അമ്മയുടെ സാരിയാ.